തിരുവനന്തപുരം മൃഗശാലയിൽ ഇപ്പോൾ ഒരു വിശേഷമുണ്ട്. 2 കുഞ്ഞ് സിംഹങ്ങൾ പിറന്നിട്ടുണ്ട്. അവരുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നിരവധി ദിവസങ്ങളായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇവിടുത്തെ അധികൃതർ വളർത്തിയെടുത്ത 2 കുഞ്ഞുങ്ങൾ. തിരുപ്പതി സൂന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ലയൺ പെയറാണ് നൈല ആൻഡ് ലിയോ. നൈലയ്ക്കും ലിയോയ്ക്കും ഈ കഴിഞ്ഞ ജനുവരി 21-നാണ് 2 കുഞ്ഞുങ്ങളുണ്ടായത്. യഥാർത്ഥത്തിൽ 3 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 3-ാമത്തെ കുട്ടി ഡിലേഡ് പാർച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കാരണം പ്രസവത്തിൽ തന്നെ മരിച്ചുപോയി. ബാക്കിയുള്ള 2 കുട്ടികൾക്കും നൈല ഫസ്റ്റ് ഡേ പാല് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് പെട്ടെന്ന് തന്നെ നൈല റിജക്ഷൻ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് പോയി. അതായത് കുട്ടികളെ നോക്കുന്നില്ല, പാല് കൊടുക്കുന്നില്ലാത്തൊരു സാഹചര്യം. അതിന് പൊതുവേ നമ്മൾ കാണുന്നൊരു കാരണം പ്രൊലാക്റ്റിൻ ഇൻസഫിഷ്യൻസി, ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. അതാണ് പാലുൽപാദനത്തിനെയും മദറിങ് എബിലിറ്റിക്കും കാരണമായിട്ടുള്ള ഹോർമോൺ. അത് കുറവായതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇൻസിറ്റുവായിട്ട് പാല് കൊടുക്കാൻ ശ്രമിച്ചു. അതായത് നൈലയെ കൂട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ തന്നെ കൂടിനകത്ത് കയറി കുട്ടികൾക്ക് പാല് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന രീതിയായിരുന്നു ആദ്യം ട്രൈ ചെയ്തത്. എന്നിട്ടും നൈല കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കുട്ടികൾക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയി. ഒരു കുട്ടി ഓൾമോസ്റ്റ് ഹൈപ്പോഗ്ലൈസീമിയ, അതിൻ്റെ ബോധം നശിച്ചു പോകുന്നൊരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തിയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഫോസ്റ്ററിങ്ങിനെടുത്തു. ഫോസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ ഹാൻഡ് ഫീഡിംഗ് ആണ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനകത്ത് തന്നെ ഒരു സ്റ്റെറൈൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കുട്ടികളെ പാല് കൊടുത്ത് വളർത്തുന്ന രീതിയാണ് ഫോസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫോസ്റ്ററിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൊണ്ടുവന്നതിന് ശേഷവും രാപ്പകലില്ലാതെ അധ്വാനിക്കേണ്ടി വന്നു ലിറ്ററലി. കാരണം ഇതിന് ഓരോ 4 മണിക്കൂർ ഇടവിട്ടാണ് ആദ്യത്തെ ആഴ്ചകളിൽ പാല് കൊടുക്കേണ്ടത്. അപ്പോൾ രാത്രി 12 മണിക്കും രാവിലെ 4 മണിക്കും ഒക്കെ ഫീഡ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഫീഡിങ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. ആസ്പിറേഷൻ പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാം, പാല് വലിച്ച് ശിരസിൽ കയറ്റുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ആ സാഹചര്യങ്ങളിലെല്ലാം ഫുൾ സ്റ്റാഫും ഞാനും ഉൾപ്പെടെ അവിടെ ആയിരുന്നു ഇതിനെ നോക്കിയിരുന്നത്. ഈ ഫീമെയിൽ കബിന് ഇടയ്ക്ക് വെച്ച് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വന്ന് അത് സിങ്ക് ചെയ്ത് പോയായിരുന്നു, ഷോക്കിലേക്ക് പോയായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി വന്ന് തന്നെ അതിനെ റിവൈവ് ചെയ്തെടുത്തു. ഏതാണ്ട് 24 hours നീണ്ടു നിൽക്കുന്ന പ്രയത്നം അതിന് വേണ്ടി വന്നു, അതിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ 38 ദിവസമാകുന്നു ഇന്ന്. ഇപ്പോൾ കുട്ടികൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, സ്വന്തമായിട്ട് പാല് വലിച്ച് കുടിക്കുന്നുണ്ട്. 2 പേരും ഓടിക്കളിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ 10 ദിവസത്തോളം ഇവർ കണ്ണ് തുറക്കില്ല. അപ്പോൾ അതിനുശേഷം കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് തന്നെ നമ്മുടെ സ്റ്റാഫിനെയാണ്. അതുകൊണ്ട് കുട്ടികളുടെ വിചാരം നമ്മളാണ് അതിൻ്റെ പാരൻസ് എന്നായിരിക്കാം. ആ രീതിയിലാണ് ഇപ്പോൾ അതിനെ നോക്കുന്നത്. ഫോസ്റ്ററിങ് പൊതുവേ നമ്മൾ ആദ്യത്തെ ഒരു 3 മാസത്തോളം ഫോസ്റ്ററിങ് ചെയ്യേണ്ടി വരും. കാരണം ഇത് സ്വന്തമായിട്ട് ഇറച്ചി കഴിച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യം വരെ ഈ സൂ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ വളർത്തണം. അതിനുശേഷമാണ് ഇത് മെയിൻ കൂടുകളിലേക്ക് മാറ്റുക. ആ സമയത്തേക്ക് ആളുകൾക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ തൽക്കാലം വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. സൂ ഹോസ്പിറ്റലിനകത്തുള്ളൊരു സ്റ്റെറൈൽ റൂമിനകത്താണ് നമ്മളിതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇടപഴകുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് കുറച്ച് വലുതായി വരുന്തോറും ഞങ്ങളെയൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ ഈ എടുക്കുകയും പാൽ കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളതിന് കൂടുതലായിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ അടുത്തോട്ട് ചെല്ലുമ്പോഴൊക്കെ അത് ഓടി വരുന്നുണ്ട്. പാൽ കുടിക്കുമ്പോഴൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല പരിചയമായി. ഞങ്ങളൊക്കെ ഇപ്പോൾ നല്ല പരിചയമാവുന്നുണ്ട്. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ സാധാരണ കുറച്ച് കഴിയുമ്പോൾ അത് ഉറങ്ങാറാണ് പതിവ്. പിന്നെ അടുത്തത് പാല് കുടിക്കാറൊക്കെ ആവുന്ന സമയമാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഉണർന്ന് വരും. അല്ലെങ്കിൽ നമ്മുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ നിന്നുള്ള ടൈം അതിന് കൃത്യമായിട്ട് അറിയാം. ആ ടൈമൊക്കെ ആകുമ്പോഴേ തന്നെ അത് കൃത്യമായിട്ട് വന്നിട്ട് പാല് കുടിക്കാൻ വേണ്ടി എണീറ്റ് വരുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ശീലം, ഉറക്കത്തിൻ്റെ ശീലം. പിന്നെ രാത്രി ആയാലും രാത്രി ഫീഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഉറക്കമായിരിക്കും. പിന്നെ രാവിലെയൊക്കെ തന്നെ അത് ഉണരത്തുള്ളൂ. ഭക്ഷണം ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് 4 നേരമാണ് കൊടുക്കുന്നത്. അതായത് രാവിലെ ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ ഫീഡ് ചെയ്യും. പിന്നെ ഒരു 11:30 കൊടുക്കും. പിന്നെ വൈകുന്നേരം ഒരു 4:30, പിന്നെ രാത്രി ഒരു 9:30-10 മണിക്കകത്ത് കൊടുക്കും. ഇപ്പോൾ ഈ ടൈമിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ 4 നേരമാണ് കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ അത് വലുതായി കഴിയുമ്പോൾ നമ്മൾ ടൈം കുറയ്ക്കും. ഈ 4 എന്നുള്ളത് 3 നേരം ആക്കും. പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ അത് 2 നേരമാവും. പിന്നെ അത് വീണ്ടും 1 നേരത്തിലേക്ക് തിരിച്ചു വരും. അത് ഇറച്ചിയെ കഴിക്കാറാകുമ്പോൾ ഒറ്റ നേരമായി മാറും. അങ്ങനെയാണ് ഇതിൻ്റെ ഫുഡിൻ്റെ ക്രമീകരണം. ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അധികൃതർ ഈ സിംഹക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ ഇവർ കൂടുകളിലേക്ക് ഉഷാറോടെ എത്തും. അന്ന് കാണാനായി ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ മൃഗശാലയിൽ നിന്ന് പത്മകുമാറിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.